ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ജേണൽ കളക്ഷൻസ് ആൻഡ് ജേണൽ സപ്ലൈസ് ആണ് കാണിക്കുന്നത്. കുറേ ആൾക്കാർ കുറച്ചൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ജേണൽ ബുക്സ് കാണിക്കുമെന്നും അതേപോലെ ജേണൽ സപ്ലൈസ് അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് സാധനങ്ങളൊക്കെ കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യം ബുക്കുമെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിന് ഫസ്റ്റ് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് മെയ്ഡ് ബുക്ക്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലിപ്പ് ത്രൂ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇനി ഒരു 60 രൂപ 70 രൂപ അങ്ങനെ എത്ര ഉള്ളൂ. പക്ഷെ പേജ് കട്ടില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ബുക്കിൽ ഞാൻ ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മിനി ബുക്കാണ്. മിനി ജേണൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബുക്കിന് കുറേ മുന്നേ ഉണ്ടാക്കിയതാട്ടോ. പിന്നെ ഈ ഒരു ബുക്കിലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ബുക്കാട്ടോ ഇപ്പൊ കാണിച്ചതൊക്കെ. ഈ ഒരു ബുക്കിൽ ജേണൽസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഫ്ലിപ്പ് ത്രൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അങ്ങനത്തെ ബുക്കൊക്കെ മേടിച്ചാൽ മതി. ആ ഒരു ബുക്കിനും 70 രൂപ 60 രൂപ അങ്ങനെ എത്ര ഉള്ളൂ. ഈ ഒരു ബുക്കും ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കുറേ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ. പിന്നെ ഞാൻ ഈ ഒരു ബുക്ക് മേടിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ബുക്കിന്റെ ഭംഗി കാരണം പിന്നെ പേജിന്റെ കട്ടിക്കുറവും ഒക്കെ കാരണം ഞാൻ പിന്നെ ഇതിൽ കുറച്ച് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബുക്കിൽ റീഡിങ് ചാനലൊക്കെ ചെയ്യാ വിചാരിച്ച് പിന്നെ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് പിന്നെ ചെയ്തിട്ടുമില്ല. പിന്നെ ഇത് ഒരു വിൻറ്റേജ് ചാനലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതേനി. ഞാൻ വിൻറ്റേജ് ചാനൽ ഇങ്ങനെ അല്ലാതെ സാധാ ബുക്ക് ടൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ ഞാൻ വേറെ ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയല്ലാതെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മാത്രം എടുത്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഞാൻ ഈ ഒരു വിൻറ്റേജ് പേപ്പറൊക്കെ ജേണൽ ചെയ്യുമ്പോൾ വേണ്ടിയത് ഒക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ട് എടുക്കലുണ്ട്. ഈ ഒരു ബുക്കിൽ നമ്മൾ ഇപ്പം അടുത്ത് തന്നെ വാൻകോക്കിന്റെ തീമിലെ സൺഫ്ലവേഴ്സ് സ്റ്റാറി നൈറ്റിന്റെ ഒക്കെ ജേണൽസ് ചെയ്തിട്ടുണ്ട് ഇനി. അതുകൊണ്ട് ഈ ബുക്ക് നിങ്ങൾക്ക് കണ്ടു പരിചയം ഉണ്ടാവും. അപ്പൊ ഈ ബുക്ക് എനിക്ക് വന്നിട്ട് എൻ്റെ കസിൻ തന്നത് ഒരു രാജസ്ഥാനി ഹാൻഡ് മെയ്ഡ് ബുക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ബുക്ക് കാണാൻ. ചെറിയ ബുക്കാണ്. പിന്നെ ഇതിൽ ഞാൻ ആകെ 3-4 ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 പെയിന്റിങ്ങും അത്രയ്ക്ക് തന്നെ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് വേണം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഇയർ ഫുള്ളായിട്ട് ഇതിൽ ചെയ്ത് തീർക്കാം. അടുത്ത ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. ഞാൻ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോ ആയിട്ടും ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഈ ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഉണ്ടാക്കിയത് ഈ ഒരു ബുക്ക്. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കുറേ ജേർണലിംഗ് ഐഡിയാസും ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ആ വീഡിയോ കണ്ടു നോക്കിയാൽ നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് ഐഡിയാസ് ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് നമ്മൾ 2025 വേണ്ടിയിട്ട് ബുജോ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. ഇതും ഹാൻഡ് മെയ്ഡ് ആണ്. ഈ ബുക്കിലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രോയിങ് പേപ്പേഴ്സ് ആണ് കേട്ടോ. അതാണ് നമുക്ക് കുറച്ചും കൂടി കട്ടിയൊക്കെ ഉണ്ടാവുക. ഒരു GSM 100 എങ്കിലും ഉള്ള പേജസ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കണം. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരു ബുക്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഒന്നും കൂടി ഉണ്ട്. അത് 25-ലെ ഡയറിയാണ്. ഈ ഒരു ഡയറി ഞാൻ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സാധാരണ പേജിൽ ഡേറ്റ് ഉണ്ടാവുമല്ലോ. ഈ ഒരു പേജിലൊന്നും ഡേറ്റ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വിചാരിച്ച ഇത് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാന്ന്. ആകെ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയുള്ളൊക്കെ ചെയ്യണം. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് ഇനി ഡയറി കളക്ഷൻ കാണിക്കുമെന്ന്. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോന്റെ കൂടെ അതും കൂടി ഞാൻ കാണിക്കണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ബുക്ക് വരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂസ് പേപ്പർത്തത്, മാഗസിന്, പിന്നെ നമ്മുടെ പഴയ ബുക്കിന്ന്, പിന്നെ നമുക്ക് പലഹാരങ്ങളും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്രൗൺ പേപ്പർ, പരസ്യ പേപ്പർ എന്നുള്ള ഇമേജസ്, അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് മാറ്റിവെക്കലുണ്ട്. പിന്നെ ഇതേപോലത്തെ പേപ്പർ ബാഗ്, അങ്ങനെ നമ്മുടെ പഴയ ബുക്കൊക്കെ ഉണ്ടാവും ആദ്യത്തെ പേജസ്. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു ബുക്ക് ഉണ്ട്. ഇത് പഴയ ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പേജസ് ഒക്കെ കണ്ടോ ഒരു വിന്റേജ് ലുക്കാണ്. ഇതിന് ഒരു ബ്രൗൺ ആയിട്ടാണ്. അപ്പൊ ഞാൻ കൂടുതൽ ജേർണൽ ചെയ്യുമ്പോൾ ഇതിന്ന് പേജസ് പറിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതേപോലെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പേജസ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ സാധനങ്ങളൊന്നും വേണമെന്നില്ല. ഉള്ളതുകൊണ്ട് ഓണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുഭാഗം ഒന്ന് നോക്കുക, എന്നിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് തുടങ്ങാം. ഈ ഒരു ആൽഫബറ്റിക് സ്റ്റാമ്പും ഞാൻ ജേർണലൊക്കെ ചെയ്യുമ്പം യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ ഇതേപോലെ ഒരു കുഞ്ഞ് ഇങ്ക് പാഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു 3-4 കൊല്ലം മുന്നേ ഓൺലൈനായിട്ട് മേടിച്ചത്. നമുക്ക് ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും ഒക്കെ മേടിക്കാൻ കിട്ടും. ഓരോന്നിലും ഓരോരോ പ്രൈസാണ് കാണിക്കുന്നത്.
പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് വേറൊരു വലിയൊരു ഇങ്ക് പാഡും കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റാമ്പ് കൂടി ഞാൻ അങ്ങനെ ഒരു നോർമൽ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചതേനി. ഇങ്ങനത്തെ പേപ്പറൊക്കെ കുറേ ആൾക്കാർ ജേണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ട് മേടിച്ചതേനി. ഇതും നമുക്ക് നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ, നാട്ടിലെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് വന്നിട്ട് 1.50 അതല്ലെങ്കിൽ 2 രൂപ അത്രയൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന പശകൾ കാണിച്ചു തരാം കേട്ടോ. മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യൽ ഈ ഒരു ഗ്ലൂ സ്റ്റിക്കാണ്. അതാവുമ്പം നമുക്ക് പേജസ് ഒന്നും അത്ര വലിയ രീതിക്കൊന്നും കേടില്ല. പിന്നെ ഈ ഒരു ഫോം ടൈപ്പ് വരുന്ന ഡബിൾ സൈഡ് ടാപ്പും പിന്നെ ആ ഒരു കട്ടില്ലാത്ത ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ, അത് 2 യൂസ് ചെയ്യലുണ്ട്. പിന്നെ എല്ലാവരും യൂസ് ചെയ്യണ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണ ഇതേപോലത്തെ ഫെവിക്കോള്, അതും ഇത്രയും ഒക്കെയാണ് ഞാൻ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പശകൾ. പിന്നെ ഈ ഒരു ബോക്സിൽ വരുന്നത് ഞാൻ കുറേ മുന്നേ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് തന്നെ ഇതേപോലെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ആയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി പാറ്റേൺ പേപ്പറായിട്ടും പിന്നെ സ്റ്റിക്കർ ഉണ്ടാക്കാനുള്ള കുറച്ച് ഫോട്ടോസ്, പിന്നെ സ്റ്റാമ്പ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ എടുത്തത്. ഇനി കളർ പ്രിൻ്റ് എടുത്തതും ഉണ്ട്. ഇനി അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് തോന്നുന്നു ഇതിൽ കാണാനില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ ഇതേപോലെ നമ്മളെ വേർഡ്സ്, കോഡ്സ്, അങ്ങനത്തെ ഇത് പ്രിൻ്റ് എടുത്തത് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൽ വന്നിട്ടും അതേപോലെ അന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്, പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതൊന്നും ഇപ്പം ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. അന്നത്തെ കാലത്ത് ഇതൊക്കെ എനിക്കൊരു ഭ്രാന്തിനി. എൻ്റെ കയ്യിലുള്ള കുറച്ച് വാഷി ടാപ്പ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുറേ ഒന്നുമില്ല, ആകെ കുറച്ചുള്ളൂ. ഇതൊക്കെ നമുക്ക് നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. 15 രൂപ അത്രയൊക്കെ ഉള്ളൂ ആദ്യം കാണിച്ച ആ 2 എണ്ണത്തിന്. പിന്നെ ഇതേപോലത്തെ കുറച്ച് കളർ ടാപ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ. ഇപ്പം നമ്മൾ കളർ തീമിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയാണ് എൻ്റെ കയ്യിലുള്ള മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നത് കേട്ടോ. അതൊക്കെ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കതൊക്കെ കണ്ട് തുടങ്ങാം കേട്ടോ. എല്ലാവരും എപ്പോഴും ചോദിക്കലില്ലേ ഇതൊക്കെ എവിടുന്നാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ വന്നിട്ട് ഈ ഒരു ജേണൽ കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റയിൽ നിന്നുള്ള ഒരു പേജിൽ നിന്ന്. ഇനി ഇപ്പോൾ കാണിക്കുന്ന കുറച്ച് ഐറ്റംസ് കേട്ടോ, ഏതുവരെയെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിൽ കുറേ ഐറ്റംസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ 499, ടോട്ടൽ ഒരു 560 അങ്ങനെ. ഇനി അപ്പോൾ ഞാൻ കുറേ ഓൺലൈനിലൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ആമസോണിലും ഫ്ലിപ്പിലും ഒക്കെ 1000 രൂപ ജേണൽ കിറ്റിന്, പിന്നെ 800, 500 മേലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മേടിച്ചത്. ഇനി ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ആരും മേടിക്കണമെന്ന് ഞാൻ പറയേയില്ല. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഈ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് ജേണലിൽ എനിക്ക് വേണ്ട തീമിനനുസരിച്ചിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കലാണ് പതിവ്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് വെക്കും. ഇത് ഞാൻ കടയിൽ പോയപ്പം അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മേടിച്ച് വെച്ചതേനി. ഇതിങ്ങനെ റെഡി ടു യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുത്തിൻ്റെതാണ്. ഇങ്ങനത്തതും ഞാൻ കുറേ ഇംഗ്ലീഷ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് ജേണലൊക്കെ ചെയ്യുമ്പം. ലാസ്റ്റ് ചെയ്തതിനുള്ള ഒരു വാൻകോക്കിൻ്റെ അതിൽ ഞാനിങ്ങനെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണിക്കുന്നത് എനിക്കൊരു 2 ഇയേഴ്സ് മുന്നേ എനിക്ക് US ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നിട്ടുള്ള കൊളാപ്പായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ജേണൽ കിറ്റിൽ വന്നിട്ട് ഇതേപോലെ കുറേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ട്. ഇനി പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇനി പിന്നെ സ്റ്റിക്കി നോട്ട്സ്, അങ്ങനെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഐറ്റംസ്, സ്റ്റിക്കർ ഷീറ്റ് അതിൽ അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. ഇനി കേട്ടോ ആ വന്നിട്ടുണ്ടായിനി ആ ഒരു തീം എന്ന് പറഞ്ഞാൽ ട്രെയിൻ തീം. ഇനി ഓരോ മന്തിൽ ഓരോ തീമിലൊക്കെയാണ് അവിടെ ജേണൽ കിറ്റ് ഉള്ളത്. ഇതൊരു ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഫ്രം കൊളംബിയ ആണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെലിവറി ചാർജ് ആയിട്ടുണ്ട്. ഇനി കൊളാബ് ആണെന്നുണ്ടെങ്കിലും ഡെലിവറി ചാർജ് ആയിട്ടുണ്ട്. ഇനി നോട്ട് ദ പോയിൻറ്റ് 700 രൂപയ്ക്ക് അന്ന് ഡെലിവറി ചാർജ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു പൈസക്ക് നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഇതേപോലത്തെ കിറ്റൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ബട്ട് എന്നാലും ക്യാഷ് കുറച്ചായിട്ടുണ്ടെങ്കിലും സാധനങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു പോസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്ക്. ഇതിൽ കുറേ അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ഫുള്ളൊന്നും കാണിക്കാൻ കഴിയില്ലെങ്കിലും ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇത് വന്നിട്ട് ട്രെയിൻ തീമിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് ക്ലിയർ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കേഴ്സിൽ കുറേയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടേനി. ഈ ബുക്കിൽ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ തോന്നുന്ന കുറേ പാറ്റേൺ പേപ്പേഴ്സ്, അതിൽ തന്നെ കുറേ സ്റ്റാമ്പൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി അപ്പോൾ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് സ്റ്റാമ്പൊക്കെ ഇതിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യലുണ്ട്. പിന്നെ ഇത് വന്നിട്ട് മാപ്പിൻ്റെ കുറേ പാറ്റേൺ പേപ്പേഴ്സ് ഉള്ളതാണ്.
ഈ ഒരു തീമിൽ തന്നെ 4 ട്രെയിനിൻ്റെ സ്റ്റാമ്പ്സും കൂടി വന്നിട്ടുണ്ട് ഇനി. അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം കാണിച്ച വാഷി ടാപ്പിൻ്റെ കൂടെ ഉണ്ടായിന് ഈ 2 വാഷി ടാപ്പും ഈ ഒരു കിറ്റിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിന് ഇതിന് കേട്ടോ. ഒരു സ്റ്റിക്കറൊക്കെ നാട്ടിൽ തന്നെയുള്ള കടയിൽ നിന്ന് ഇങ്ങനെ ജേണലൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കാണുമ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചത് ഇനി. ഇതിന് ഒന്നിന് 5 രൂപയാണ് കേട്ടോ ഈ ഒരു സ്റ്റിക്കർ ഷീറ്റിന് ആവുന്നത്. ആ ഒരു സ്റ്റാറിൻ്റെ സ്റ്റിക്കറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ കളർ തീമിനനുസരിച്ചിട്ടൊക്കെ ഒട്ടിക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യലുണ്ട്, കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യലുണ്ട്. അതിൽ തന്നെ നമുക്ക് ബ്രൗൺ കളർ പേപ്പറൊക്കെ മേടിക്കാൻ കിട്ടും. പിന്നെ ഈ ഒരു ഹാരി പോട്ടറിൻ്റെയും ഗേളിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ സെക്കൻഡ് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി. അപ്പോൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആണ് കേട്ടോ. കുറേയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഞാൻ തന്നെ ജേണലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് ആണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റത്തെ വീഡിയോ, ലോങ് വീഡിയോ എന്ന് പറയുന്നത് തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഇതുണ്ടാക്കിയ ഒരു വീഡിയോ ഏനി. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുവയ്ക്കാൻ മതി കേട്ടോ. അങ്ങനെ അവിഞ്ഞ ലുക്കിലൊന്നല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, എന്നാലും അത്യാവശ്യം നല്ലൊരു ലുക്കൊക്കെ തോന്നുന്ന, നമുക്കത് കാണുമ്പം ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇതേപോലെ വാഷി ടാപ്സ്, പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിനി, ഡോട്ട് സ്റ്റിക്കേഴ്സ്, റൗണ്ട് ഷേപ്പിൽ വരുന്ന സ്റ്റിക്കേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിനി. കുറേയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോയി കണ്ടു നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നലുണ്ട് കുറേ ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉള്ളതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ കാണാൻ ഇഷ്ടം. അപ്പോൾ ഇതങ്ങനെ ചെയ്തതാണ് കേട്ടോ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളത്. പിന്നെ ആ ഒരു ബുക്കിലും ഞാൻ കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ടേനി. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആക്കിയിട്ടുള്ളത്, ലീവ്സ് യൂസ് ചെയ്യാം. ഇതൊക്കെ ഞാൻ കുറേ മുന്നേ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കോസ്മോസിൻ്റെ ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ളതും പ്രസ് ആക്കിയിട്ടൊക്കെ ഉള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ബേബി ബ്രത്തിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അത് കളർ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഞാൻ ബ്ലാക്ക് ഇങ്കാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ഇതൊരു ജെൽ ടൈപ്പ് പെന്നാട്ടോ വരുന്നത്. ജെല്ലാണെന്നുണ്ടെങ്കിലും ഒരു ഗിൽറ്റി ഷൈനൊക്കെ വരുന്നുണ്ട് ഈ ഒരു പെന്നിന്. അപ്പോൾ പെന്ന് അത്രയൊക്കെയാണ്. പിന്നെ കളർ പെന്ന് യൂസ് ചെയ്യലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കളർ പെൻസിൽസ് യൂസ് ചെയ്യലുണ്ട്, ഇതേപോലത്തെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യലുണ്ട്, സ്കെച്ച് പെൻസ് യൂസ് ചെയ്യലുണ്ട്, അത്രയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.